Hello students, അപ്പോൾ നമുക്ക് സെന്റർ ഓഫ് മാസ് ഓഫ് തിൻ ലാമിനാസിന്റെ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ ഡെൻസിറ്റി വാരിയബിൾ ഡെൻസിറ്റി ആണ്, കോൺസ്റ്റന്റ് ഡെൻസിറ്റി അല്ല, വാരിയബിൾ ഡെൻസിറ്റി വരുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. വലിയ വ്യത്യാസമൊന്നുമില്ല, ഡെൻസിറ്റി ഫംഗ്ഷൻ ആയിരിക്കും അപ്പോൾ അവിടെ തന്നിട്ടുണ്ടാവുക, അത് അതിന്റെ പ്ലേസിൽ റോയുടെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, പ്രോബ്ലം നോക്കാം. Find the center of mass of the plate covering the region bounded above by the parabola y is equal to 4 minus x square and below by the x-axis. If the density at the point xy is rho is equal to rho of x equal to 2x square, twice the square of the distance from the point to the y-axis. Okay. അപ്പോൾ ഈ y ഈക്വൽ ടു 4 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള പരാബോള ഓൾറെഡി നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെ എഫ് ഓഫ് എക്സ് വരുന്നത് 4 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അതുപോലെ തന്നെ അവിടെ എക്സ് വാരി ചെയ്യുന്നത്, എക്സ് ആക്സിസിനെ അത് ടച്ച് ചെയ്യുന്നത് എവിടെയാണ് എന്ന് അറിയാനായിട്ട് പുട്ട് y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 ആൻഡ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 എന്നാണ് കിട്ടുക. -2 മുതൽ +2 വരെയാണ് എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി ഡെൻസിറ്റി ഫംഗ്ഷൻ റോ ഈക്വൽ ടു 2x സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്, കോൺസ്റ്റന്റ് വാല്യൂ അല്ല, അതൊരു വാരിയബിൾ ഡെൻസിറ്റി ആണ്, ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റോയുടെ പ്ലേസിൽ 2x സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആദ്യം പ്ലേറ്റിന്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. മാസ് m is equal to -2 to ഇന്റഗ്രൽ -2 to റോ എഫ് ഓഫ് എക്സ് ഡി എക്സ്, ദാറ്റ് ഈസ് ഇന്റഗ്രൽ -2 to റോയുടെ പ്ലേസിൽ 2x സ്ക്വയർ, എഫ് ഓഫ് എക്സിൽ 4 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കറിയാം, കഴിഞ്ഞ പ്രോബ്ലത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് സിമെട്രിക് അബൌട്ട് y ആക്സിസ് ആണ്. ഓൾസോ ഇതെന്താണ്, ഈ ഇന്റഗ്രല് 2x സ്ക്വയർ ഇൻറ്റു 4 മൈനസ് എക്സ് സ്ക്വയർ, എക്സ് ഉള്ളിടത്തൊക്കെ എക്സിന്റെ സ്ക്വയറും ഉണ്ട്. അപ്പോൾ എക്സിന് പകരം മൈനസ് എക്സ് കൊടുത്താലും ഇതിന് മാറ്റമൊന്നും വരാൻ പോണില്ല. ഇതെന്താണ്, അപ്പോൾ ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് -2 to 2 എന്നുള്ളതിന് നമുക്ക് 2 ടൈംസ് ഇന്റഗ്രൽ 0 to 2 എന്ന് എഴുതാം. അപ്പൊ അതവിടെ എഴുതിയിട്ടുണ്ട്, ഇന്റഗ്രേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. ഈ ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് 4 ടൈംസ്. അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ എഴുതാവും കേട്ടോ. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ പിന്നെ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഇത് ഈവൻ ഫംഗ്ഷൻ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം, അതിന് ശേഷമാണ് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഈവൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഈ 2 കൂടി ഔട്ട് സൈഡ് എടുത്താൽ 4 ഇൻറ്റു ഇന്റഗ്രൽ 0 to 2, പിന്നെ ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി ഇന്റഗ്രേറ്റ് ഒക്കെ ചെയ്ത് ലിമിറ്റ് ഒക്കെ കൊടുത്ത് ഫൈനൽ ആൻസർ മാത്രം ഇവിടെ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ സ്റ്റെപ്പും ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. അപ്പൊ 356/15 കിട്ടും. ഇനി മൊമെന്റ് mx എബൌട്ട് ദി എക്സ് ആക്സിസ്. അപ്പൊ mx is equal to ഇന്റഗ്രൽ -2 to 2 റോ ഹാഫ് എഫ് ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പൊ അത് അതിന്റെ പ്ലേസിൽ അതിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. റോയുടെ പ്ലേസിൽ 2x സ്ക്വയർ, ഹാഫ് പുറത്തെടുത്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 മൈനസ് എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഈക്വൽ ടു 0 എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് ശരിയല്ല കേട്ടോ, കാരണം അത് വാല്യൂ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈക്വൽ ടു 0 എന്നുള്ളത് വെട്ടിക്കളയാം. നോട്ട് ഇത് ഈക്വൽ ടു വേണ്ട, 0യും വേണ്ട. പിന്നെ ഈക്വൽ ടു ഇത് -2 to 2, ഇതും നോക്കി, ഇതും ഈവൻ ഫംഗ്ഷനാണ്. എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ വരും x⁴ ഒക്കെ വരുള്ളൂ. അപ്പൊ അതും ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. മാറ്റി എഴുതി നിങ്ങളത് ഫൈനൽ ആൻസർ മാത്രം നോക്കിയാൽ മതി. മാറ്റി എഴുതി ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കാം ഈ വാല്യൂ കിട്ടുന്നില്ലേ എന്നുള്ളത് കേട്ടോ. mx അതാണ് കിട്ടിയേ. ഇതുപോലെ my ഫോർമുല എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചെയ്ത് my കണ്ടുപിടിക്കുക. ഇതും അതേവിടെ ഈക്വൽ ടു 0 ഓൺ സിംപ്ലിഫിക്കേഷൻ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈക്വൽ ടു 0 കിട്ടുന്നുണ്ടാവും. അത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അത് ഇവിടേക്ക് പ്രിന്റിംഗ് എറർ ആയിട്ട് ഇതിലും അങ്ങനെ എഴുതി പോയതാണ് കേട്ടോ. ഇതിൽ പക്ഷേ ഈക്വൽ ടു 0 അല്ല, ഇതിൽ വാല്യൂ കിട്ടും. my ആണ് ഈക്വൽ ടു 0 കിട്ടുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടും. ഇനി എക്സ് കോർഡിനേറ്റ് ഓഫ് ദ പ്ലേറ്റ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുക. ഫോർമുലയുണ്ട്, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. വൈ കോർഡിനേറ്റിന്റെ ഫോർമുലയുണ്ട്, ആ വാല്യൂസ് കൊടുത്ത് അത് കാൽക്കുലേറ്റ് ചെയ്യുക. സെന്റർ ഓഫ് മാസ് ഓർഡേഡ് പെയർ ആയിട്ട് എഴുതുക. എളുപ്പമല്ലേ? വാരിയബിൾ ഡെൻസിറ്റി ആണെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. അടുത്തത്, എ ലാമിന എൽ ഓഫ് യൂണിഫോം ഏരിയ ഡെൻസിറ്റി റോ ഹാസ് ദ ഷേപ്പ് ഓഫ് എ റീജിയൻ ആർ under the graph of f of x equal to x square on closed interval 0 to and above the x axis.
Find the mass of L, the moments of L about each of the coordinate axes and the center of mass of L. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ 0 to. എന്നിട്ട് മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ലാമിനയുടെ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവിടെ എഫ് ഓഫ് എക്സ് ഡയറക്റ്റ് തന്നിരിക്കുന്നുണ്ട്. അതുപോലെ റേറ്റ് ഓഫ് ഇന്റഗ്രേഷനും ഡയറക്റ്റ് തന്നിട്ടുണ്ട്. റോ ആണ് ഡെൻസിറ്റി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റോ തന്നെ കൊടുത്താൽ മതി റോയുടെ പ്ലേസിൽ. പിന്നെ എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മാസ്, മൊമെന്റ്സ്, സെന്റർ ഓഫ് മാസ്, അപ്പം എല്ലാം 5 മുമ്പത്തെ പ്രോബ്ലത്തിലൊക്കെ ചെയ്ത പോലെ 5 ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ജസ്റ്റ് നോക്കിയാൽ മതി, പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ മതി. അതാത് ഫോർമുലയിൽ അതാത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്തു പോയിരുന്നു. ഞാനിപ്പോൾ കുറേ പ്രോബ്ലംസ് പറഞ്ഞു തന്നു അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ സെയിം തന്നെയാണ് ചെയ്യാനുള്ളത്, ഒരു വ്യത്യാസവും ഇല്ല. അതേപോലെ ഈ പ്രോബ്ലം അങ്ങോട്ട് നോക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. അടുത്തത് പറഞ്ഞുതരാം. Find the center of mass of a wire of constant density rho shaped like a semicircle of radius a. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് ഡയറക്റ്റ് തന്നിട്ടില്ലേ, പക്ഷെ ക്ലൂ തന്നിട്ടുണ്ട്. സെന്റർ ഓഫ് മാസ് ഓഫ് വയർ ഓഫ് കോൺസ്റ്റന്റ് ഡെൻസിറ്റി റോ. ഇവിടെ ഡെൻസിറ്റി ഇവിടെയും റോ തന്നെയാണ്. ഷേപ്പ് സെമി സർക്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെമി സർക്കിൾ ഓഫ് റേഡിയസ് എ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സെമി സർക്കിളിന്റെ ഇക്വേഷൻ ഇവിടെ നോക്കിയേ. സർക്കിൾ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ആണ്. സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ പ്രത്യേകത ഇവിടെ മുതൽ ഇവിടെ വരെ ഇല്ല, പകുതി ഇല്ല. വാരിയേഷൻ എ മുതൽ ഇവിടെ വരെ വരുള്ളൂ. അപ്പൊ -a മുതൽ a വരെയാണ് വാരിയേഷൻ. അത്രയും വരുമ്പോഴാണ് സെമി സർക്കിൾ വരിക. ടോട്ടൽ വാരിയേഷൻ വരുമ്പോഴാണ് നമുക്ക് എന്ത് വരിക, 2 times ഈ വാരിയേഷൻ വരുമ്പോഴാണ് ഫുൾ സർക്കിൾ വരിക. സെമി സർക്കിൾ ആവുമ്പോൾ -a മുതൽ +a വരെ വേരിയേഷൻ വരുള്ളൂ. അപ്പൊ അതാണ് സെമി സർക്കിളിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഇക്വേഷനിൽ മാറ്റമൊന്നുമില്ല. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ, അതിൽ നിന്ന് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അതിൽ നിന്ന് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സംതിങ് എന്നല്ലേ കിട്ടേണ്ടത്, അതായത് വൈ ഈക്വൽ ടു സംതിങ്. അപ്പൊ സർക്കിളിന്റെ ഇക്വേഷൻ തന്നെ, ഇക്വേഷന് മാറ്റമൊന്നുമില്ല. സെമി സർക്കിൾ ആയാലും ഇക്വേഷന് മാറ്റമൊന്നുമില്ല. പക്ഷെ എക്സ് വാരി ചെയ്യുന്നത് -a മുതൽ +a വരെ ആയിരിക്കും ഈ കേസിൽ. ഓക്കെ, അപ്പൊ അതാണ് പ്രത്യേകതയുള്ളത്. അപ്പൊ ഇവിടെ നോക്കൂ, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വരും. വാരിയേഷൻ, നമ്മുടെ എക്സിന്റെ വാരിയേഷൻ -a മുതൽ +a വരെ വരും. ആ 2 കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഡെൻസിറ്റി റോ തന്നെയാണ്. അപ്പൊ ആദ്യം മാസ് കാൽക്കുലേറ്റ് ചെയ്യുക. റോ ഇൻറ്റു ഇന്റഗ്രൽ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പൊ റോ ഇൻറ്റു ഇന്റഗ്രൽ -a to a റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ എക്സ് സ്ക്വയർ ആണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് ഇത് ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് 2 times ഇന്റഗ്രൽ 0 to a എന്ന് എഴുതാം. അപ്പൊ അതങ്ങനെ എഴുതി. പിന്നെ ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, നമുക്ക് പെട്ടെന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പൊ നമ്മൾ ഇതിനെന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. പുട്ട് എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ. പുട്ട് എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ. അപ്പൊ എ സൈൻ തീറ്റ ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ വരും. ടോട്ടലായിട്ട് അതിൽ നിന്ന് എ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കുക. അപ്പൊ ഇവിടെ എ റൂട്ട് ഓഫ് എ, നിങ്ങൾ ചെയ്യണത് ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ, നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം. പുട്ട് എക്സ് ഈക്വൽ ടു, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഈ സ്റ്റെപ്പ് ഇതിന്റെ ഇടയിൽ എഴുതുക. പുട്ട് എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ. അത് സൈഡിൽ എഴുതി വെച്ചാൽ മതി. പുട്ട് എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ. എന്നിട്ട് ലിമിറ്റും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോ എക്സ് ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ തീറ്റ ഈക്വൽ ടു 0 വരും. എക്സ് ഈക്വൽ ടു എ ആയിരിക്കുമ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു a/a 1 വരും. ഫ്രം ദാറ്റ് തീറ്റ ഈക്വൽ ടു π/2 വരും. അപ്പൊ എക്സ് ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ തീറ്റ ഈക്വൽ ടു 0 ആയിരിക്കും. എക്സ് ഈക്വൽ ടു എ ആയിരിക്കുമ്പോൾ തീറ്റ ഈക്വൽ ടു π/2 ആയിരിക്കും. ലിമിറ്റ് ആദ്യം ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നോക്കാമെന്ന്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എന്താ വരിക, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൽ എക്സിന്റെ പ്ലേസിൽ നമുക്ക് അപ്പോൾ എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ വരും. പിന്നെ എ സ്ക്വയർ ഇതിൽ നിന്ന് ഔട്ട് സൈഡ് എടുത്താൽ എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താ, കോസ് സ്ക്വയർ തീറ്റയാണ് അല്ലേ. അപ്പൊ ഇവിടെ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. റൂട്ട് എടുക്കുമ്പോൾ അത് എ കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതിന് പകരം റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പകരം ഇവിടെ എ കോസ് തീറ്റ എന്ന് കൊടുക്കാം. ഇനി ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ എ കോസ് തീറ്റ, സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ ഡി തീറ്റ എന്ന് വരും. അപ്പൊ അതാണ് ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, എ കോസ് തീറ്റ ഡി തീറ്റ. അപ്പൊ നിങ്ങൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് ഇതിനിടയിൽ ഈ പറഞ്ഞു തന്ന പോലെ, ഞാൻ ഈ പറഞ്ഞു തന്ന പോലെ തന്നെ അങ്ങോട്ട് എഴുതിക്കോളൂ കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പിലേക്ക് വരിക.
2 into rho into integral 0 to pi by 2 a cos theta d theta. അപ്പൊ അത് a squared cos squared theta എന്നാവും. ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങൾ ഇതിന്റെ ഇടയിൽ എഴുതാം. ദാറ്റ് ഈസ് a squared cos squared theta d theta. അപ്പൊ a സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കാം. 2a സ്ക്വയറോ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ അവിടെ എഴുതിക്കോളൂ കേട്ടോ. സ്ക്വയർ ചെയ്യുന്ന സ്റ്റെപ്പ് അത് എഴുതിയാലാണ് അടുത്ത സ്റ്റെപ്പ് ക്ലിയർ ആവുള്ളൂ. അപ്പൊ 2a സ്ക്വയർ റോ ഇന്റഗ്രൽ 0 to pi by 2 a സ്ക്വയർ ഇപ്പൊ പുറത്ത് പോയി ഇനി കോസ് സ്ക്വയർഡ് തീറ്റയാണ്. അപ്പൊ അതിന് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ട്രിഗണോമെട്രിക് ഫോർമുലയിലേക്ക് മാറ്റി എഴുതണം. എന്താണ് ഫോർമുല? 1 plus cos 2 theta by 2 എന്നുള്ള ആ ഒരു ഫോർമുലയിലേക്ക് അതിനെ മാറ്റി എഴുതിയാലും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് ഒക്കെ കൊടുക്കുക. അപ്പൊ 1 by 2 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 by 2 തീറ്റ, കോസ് 2 തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ 2 തീറ്റ ബൈ 2 എന്ന് വരും. ബൈ 2 പിന്നെ ഇവിടെ ഓൾറെഡി ഉള്ളൊരു ബൈ 2 ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ 2 ഔട്ട് സൈഡ് എടുത്ത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ളതിനെ ഇന്റഗ്രേറ്റ് ചെയ്താലും മതി. അതൊക്കെ ഇന്റഗ്രേഷൻ നിങ്ങൾ +2 ഇഷ്ടം പോലെ പഠിച്ചിട്ടുള്ളതാണ്. ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് ഒക്കെ കൊടുത്ത് ഫൈനൽ ആൻസർ ഇത് കിട്ടുന്നില്ലേന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ ഈ ഫൈനൽ ആൻസർ കിട്ടും. അതാണ് മാസ് വരുന്നത്. ഈ മൊമെന്റ് mx about x ആക്സിസ് ഫോർമുല ഇതാണ്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഇന്റഗ്രേഷൻ വരുമ്പോൾ ഇവിടെ സ്ക്വയറിംഗ് ഉള്ള തന്നെ രക്ഷപ്പെട്ടു. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷന്റെ ആവശ്യം വരില്ല. സ്ക്വയർ ചെയ്യുമ്പോൾ തന്നെ ആ റൂട്ട് അങ്ങോട്ട് പോയി കിട്ടും. അപ്പൊ ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് 2 times എന്നുള്ള രീതിയിൽ എഴുതുക. ഇത് നോക്കി ഇപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പാകത്തിനാണ് കിടക്കുന്നത്. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് ഒക്കെ കൊടുത്ത് ഈ വാല്യൂ കിട്ടുന്നില്ലേ എന്നുള്ളത് നോക്കാം. പിന്നെ എന്താണ് y കോർഡിനേറ്റ്? ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചില്ല? mx അല്ലേ കണ്ടുപിടിച്ചുള്ളൂ. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? അപ്പോ ഇവിടെ മുമ്പ് നമ്മള് ഒരു പ്രോബ്ലത്തിൽ കണ്ടിരുന്നില്ലേ? എക്സ് നോക്കി ഇതിന്റെ സെമി സർക്കിളിന്റെ പ്രത്യേകത ഇത് എക്സ് കോർഡിനേറ്റിന് വൈ ആക്സിസിന് സിമെട്രിക് ആണ്. വൈ ആക്സിസിന് ഇത് സിമെട്രിക് ആണ്. അപ്പൊ അതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് ഓഫ് ദ സെന്റർ ഓഫ് മാസ് 0 ആയിരിക്കും. ഇത് സിമെട്രിക് ആയതുകൊണ്ട് ഈ പോയിന്റില് വെച്ചിട്ട് ഇങ്ങടും നോക്കുമ്പോൾ സെയിം ഷേപ്പ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ സെന്റർ ഓഫ് മാസ് എക്സ് കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും എന്നുള്ളൊരു കാര്യം മുമ്പ് ഒരു പ്രോബ്ലത്തിൽ ഇതുപോലെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ അത് അങ്ങനെ സിമെട്രി വെച്ച് നോക്കണമെന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നു അത് അങ്ങനെ എഴുതി വെക്കണമെന്ന് നിർബന്ധമില്ല. അത് ഓർമ്മ കിട്ടില്ലെങ്കിൽ അങ്ങനെ എഴുതി വെക്കണം നിർബന്ധമില്ല. ഇവിടെ mx കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ my കാൽക്കുലേറ്റ് ചെയ്യാം. mx കഴിഞ്ഞ ഉടനടി my കാൽക്കുലേറ്റ് ചെയ്യാം. myയുടെ ഫോർമുല നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ my കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ അത് മറക്കാതെ ചെയ്യാട്ടോ. അത് ഞാൻ പറയുന്നു അത് എന്തായാലും 0 കിട്ടും നിങ്ങൾക്ക്. എന്നിട്ട് പിന്നെ നിങ്ങൾ എക്സ് കോർഡിനേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ് കോർഡിനേറ്റിന്റെ ഫോർമുല എന്താ? my by m. അപ്പൊ 0 by mന്റെ വാല്യൂ വരും. അപ്പൊ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ആ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ഇവിടെയും ആ 2 കാര്യങ്ങൾ കണ്ടുപിടിച്ച് വെരിഫൈ ചെയ്ത് എഴുതിയാൽ മതി. ഇവിടെ നോട്ട് എഴുതുമ്പോൾ ഈ തുടക്കത്തിൽ പറയുന്ന ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് ഈസ് സിമെട്രിക് അബൌട്ട് y ആക്സിസ് സോ x ബാർ ഈക്വൽ ടു 0 എന്ന് എഴുതണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഫോർമുല വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ ചെയ്താൽ മതിയാവും. ഓക്കെ, അതുപോലെ y ബാർ ഈക്വൽ ടു mx ബൈ m ആണ്. അപ്പോൾ 4/3 പൈ a അത് എന്താ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ സെന്റർ ഓഫ് മാസ് എക്സ് ബാർ വൈ ബാർ ഈക്വൽ ടു 0, 4/3 പൈ a. ഓക്കെ, അങ്ങനെ എഴുതി വെക്കുക. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ പോലെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ my കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ ചെയ്യണമെന്നില്ല. അങ്ങനെ മറ്റേത് സിമെട്രി നിങ്ങൾക്ക് എപ്പോഴും നോക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ് എങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി. പിന്നെ ഇത് അവിടെ നോക്കൂ, എക്സസൈസിൽ കുറേ പ്രോബ്ലംസ് കൊടുക്കുന്നുണ്ട്. ഒരു 2 എണ്ണം ഒന്ന് ഹോംവർക്കായിട്ട് ചെയ്ത് വെച്ചോളൂ, ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ പ്രോബ്ലംസ് ചെയ്തു, ഞാൻ പറഞ്ഞല്ലോ ഈ ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടന്റ് ആണ്. essay ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് മൊമെന്റ്സിന്ന് ചോദിക്കുക. എല്ലാവരും എളുപ്പമാണ് ആ ഫോർമുലാസ് പഠിച്ചിട്ട് ആ പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. എക്സസൈസിൽ 2 എണ്ണമൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഭാഗം നന്നായിട്ട് ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്റർ വരുന്നത് കേട്ടോ. ഈ ചാപ്റ്റർ കഴിഞ്ഞു.